800ഓളം പേർ പോലീസ് വകുപ്പിൽ നിന്നും പടിയിറങ്ങും. മോട്ടോർ വാഹന വകുപ്പിനോടും വിട പറയുന്നത് 60 പേരാണ്. KSRTCയിൽ കണ്ടക്ടർമാരും ഡ്രൈവർമാരും അടക്കം 674 പേർ വിരമിക്കുന്നുണ്ടെങ്കിലും ജൂൺ 1 മുതൽ വീണ്ടും ജോലിക്കെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക ജോലിക്കായി ചുമതലപ്പെടുത്താനാണ് തീരുമാനം. തദ്ദേശ വകുപ്പിൽ 300ഓളം പേരും റവന്യൂ വകുപ്പിൽ ഓഫീസ് അസിസ്റ്റന്റ് മുതൽ തഹസീൽദാർ വരെ 461 പേരും വിരമിക്കും. റേഷനിംഗ് കൺട്രോളറും 7 ജില്ലാ സപ്ലൈ ഓഫീസർമാരും ഉൾപ്പെടെ 66 പേരാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വിരമിക്കുന്നത്. KSEBയിൽ നിന്നും 8 ചീഫ് എഞ്ചിനീയർമാരും 17 ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരും 33 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും അടക്കം 1099 പേർ കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്നെങ്കിലും പകരം നിയമനം ഉടൻ നടക്കില്ല. ജീവനക്കാരുടെ എണ്ണം കുറച്ച് പുനഃസംഘടന നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനങ്ങൾ താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത്. PSCയിൽ അഡീഷണൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ 48 പേർ വിരമിക്കും. PSC ആസ്ഥാനത്ത് നിന്നും 22 പേരും ജില്ലാ ഓഫീസുകളിൽ നിന്നും 26 പേരും പടിയിറങ്ങും. കേരള സർവകലാശാലയിൽ വിവിധ പഠന വകുപ്പുകളിലായി 16 പേർ വിരമിക്കും. എല്ലാ വകുപ്പുകളിലും വിരമിക്കുന്നവർക്ക് പകരമായി താഴെയുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകുകയും താഴെത്തട്ടിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയും വേണം. സ്ഥാനക്കയറ്റം നൽകാറുണ്ടെങ്കിലും ഒഴിവ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ PSC റാങ്ക് പട്ടികയിലുള്ളവർക്ക് സമയബന്ധിതമായി ജോലി ലഭിക്കുന്നില്ല. ഈ മാസവും അടുത്ത മാസവുമായി 7500 കോടി രൂപയാണ് വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം നൽകാൻ വേണ്ടത്. ആനുകൂല്യം നൽകാനും ഈ മാസത്തെ ശമ്പള വിതരണത്തിനുമായി 3500 കോടി രൂപ സർക്കാർ ഇന്നലെ കടമെടുത്തു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.